ഇടുക്കിയിലേക്ക് ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ചിന്നക്കനാൽ കോഴിപ്പന്ന കുടിക്ക് സമീപമാണ് കാട്ടാനയെ ഇപ്പോൾ കണ്ടത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് RRT സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. രാഹുൽ വിജയൻ ചേരുന്നു ആനയുടെ കഥയുമായി. രാഹുൽ, ഈ ചക്കക്കൊമ്പനെ കൊണ്ട് നമ്മൾ തോറ്റു. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ ഈ കൊമ്പൻ വരുന്നുണ്ടല്ലോ. ചിന്നക്കനാലിലെ ജനങ്ങളും ഈ ചക്കക്കൊമ്പനെ കൊണ്ട് തോറ്റു എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ നമ്മളോട് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ എന്തായാലും കോഴിപ്പന്നക്കുടി ഭാഗത്താണ് ഈ കാട്ടാന എത്തിയിട്ടുള്ളത്. ഏലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. രാവിലെ ആദ്യഘട്ടത്തിൽ ഈ ആനിറങ്ങൽ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയായിരുന്നു. അതിനുശേഷം അത് ഏലത്തോട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട്. രാവിലെ ഈ തോട്ടത്തിൽ ജോലിക്കൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങുന്ന സമയമാണ്. അവരോട് മാറി നിൽക്കാനാണ് RRT നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു മാർഗവുമില്ല. ഈ ആനയെ ഓടിച്ചാലും അത് അധിക ദൂരമൊന്നും പോകില്ല, വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ തിരികെ വരും. അത് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും RRTയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, ഒരാഴ്ച പോലും ആയില്ല, ജോസഫ് എന്ന് പറയുന്ന ഒരാളെ ഈ ചക്കക്കൊമ്പൻ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് ഈ കാട്ടാന ഇപ്പോൾ മതപ്പാടിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അക്രമകാരിയാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 8 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടവും ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോട് കൂടി ഇരിക്കുക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം തോട്ടത്തിൽ ജോലി ചെയ്യുക, അതായത് RRT പറയുന്ന അനുസരിച്ച് പണി ചെയ്യുക എന്നുള്ളതാണ് ആ മേഖലയിൽ ഇപ്പോൾ കഴിയുന്ന ഒരു അവസ്ഥ. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.